ഞാൻ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇന്ന് ഞാൻ ഇരുട്ടനെ വല്ലാതെ ഭയക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം സ്കൂളെല്ലാം വിട്ട് വന്നപ്പോൾ ഞാനാണെങ്കിൽ ഇരുന്ന് ഹോംവർക്കെല്ലാം ചെയ്തായിരുന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഹോംവർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. എൻ്റെ വീഡിയോ ഗെയിം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കിരുന്ന് വീഡിയോ ഗെയിം കളിക്കായിരുന്നു. ഞാൻ വെളിയിൽ നോക്കിയപ്പോൾ മഴക്കോളായിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ട് എന്നിട്ട് എനിക്കാണെങ്കിൽ ബോറടിക്കുന്നു. എന്നിട്ട് മഴ പെയ്യില്ല. അതുകൊണ്ട് വെറുതെ പോയി മഴയിൽ പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങുകയും ചെയ്തു അവിടെ നിന്ന്. ഞാൻ ഇറങ്ങി നടക്കാനും തുടങ്ങി അവിടെ നിന്ന്. പക്ഷേ ഭയങ്കരമായിട്ട് മഴ തന്നെയായിരുന്നു. അടുത്തുള്ള കടകളിലെല്ലാം ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് കയറിയില്ല. ഒരു ജാക്കറ്റ് പോലും ഇല്ലായിരുന്നു. ആ ജാക്കറ്റ് കടയുടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ നിന്നായിരുന്നു. മഴ വീണ റെയിൻകോട്ട് ഇടാനേ ഇതിൽ അതിൻ്റെ പൈസ പോലും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ എന്നിട്ട് നടന്നു പോയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു തണലുള്ള ഭാഗം എത്തിയാൽ മതി എന്ന് നിൽക്കുകയായിരുന്നു. അത്രയ്ക്കും നനഞ്ഞ്. ഞാൻ എന്നിട്ട് സ്കൂളിൻ്റെ അവിടുത്തെ കയറി ഞാൻ സ്കൂളിലെ ഒരു ഷെഡിൽ കയറി നിന്ന്. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഒരു 4 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ടാണ് ഞാൻ എണീറ്റത്. ഞാൻ എണീറ്റ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ മൂണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ രാത്രി 12 മണിയെങ്കിലും ആയി കാണുമെന്ന്. എനിക്ക് തന്നെ ആകെ പേടിയാവുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ സമയം നോക്കിയപ്പോൾ വാച്ച് എൻ്റെ കയ്യിലില്ല. ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി എന്തിനെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എന്നിട്ട് തന്നെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയെല്ലാം, ആ ചുറ്റുപാടെല്ലാം ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഒരു വലിയൊരു പൊക്കമുള്ള ഒരാൾ നിൽക്കുന്നു. പക്ഷെ അത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ അച്ഛൻ വല്ലതും എന്നെ അന്വേഷിച്ച് വന്നതാണോ എന്ന് വിചാരിച്ചു. അയാൾ കണ്ടിട്ടൊരു 50-55 വയസ്സ് വന്ന ഒരു പ്രായമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ അയാളുടെ മുഖമൊന്നും വ്യക്തമാവണില്ല. അയാൾ തലയിലെല്ലാം ഇതിട്ടേക്കുന്നു. പിന്നെ വലിയ ജാക്കറ്റാണ് അയാൾ ഇട്ടേക്കുന്നത്. ഞാനാണെങ്കിൽ വിചാരിച്ചു ആ കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ പോയി ഒളിച്ചെന്ന് ഇയാളെ നിരീക്ഷിച്ചാലോ എന്ന്. ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് അയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു മാറ്റമില്ല. പെട്ടെന്ന് തന്നെ അയാൾ അനങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ പെട്ടെന്ന് പോക്കറ്റിലാണ് കൈയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പോക്കറ്റിൽ അയാൾ സെർച്ച് ചെയ്തിരുന്നു. അയാൾക്ക് ഒന്നും കിട്ടുന്നില്ല. അടുത്ത പോക്കറ്റിൽ അയാൾ സെർച്ച് ചെയ്ത് എന്നിട്ടൊന്നും കിട്ടിയില്ല. അയാൾ കോട്ടിൻ്റെ അകത്ത് പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ അവസാനം എൻ്റെ കണ്ണുകൾ തിരിച്ചറിഞ്ഞു അതൊരു കത്തിയാണെന്ന്. പെട്ടെന്ന് തന്നെ അയാളാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന കുറ്റിക്കാടിനെ ലക്ഷ്യമാക്കിയാണ് അയാൾ ഓടി വരാൻ തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു ഇനി അയാളുടെ മുന്നിൽ കീഴടങ്ങണോ അതോ ഞാൻ ഇറങ്ങി ഓടി രക്ഷണം. അവസാനം ഞാൻ തീരുമാനിച്ചു, രണ്ടിലൊന്ന് തീരുമാനിച്ചു. ഞാൻ അത് ഇറങ്ങി ഓടിക്കളയാന്ന്. ഞാൻ ഇറങ്ങി ഓടിക്കളയുകയും ചെയ്തു. ഞാൻ അവിടെ കീഴടങ്ങിയ ഉറപ്പായിട്ട് എനിക്ക് മരണമായിരിക്കും പറഞ്ഞതെന്ന്. ഞാൻ അവിടെ ഞാൻ ഒരു നിമിഷം പോലും പാഴാകാൻ ഞാൻ ഇറങ്ങി ഓടി. അയാൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ ആകെ പേടിയാവുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വീടെത്തിയപ്പോഴാണ് എനിക്ക് ആശ്വാസം നേരായത്. എൻ്റെ ശ്വാസം ഉൾപ്പെടെ നേരായത് അപ്പോഴാണ്. ഞാനാണെങ്കിൽ എന്നിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഈ സംഭവം കാരണം എനിക്കെന്നാൽ രാത്രി ഉറക്കം പോലും വന്നില്ല. ഞാൻ വിചാരിച്ചു ആരാണ് അയാൾ, എന്തിനാണ് ഇങ്ങനെ അയാൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ആ മഴ വീണത് തന്നെ പിന്നെയും കേൾക്കായിരുന്നു. ഇതുവരെ ആ മഴ മാറിയിട്ടില്ല. ഞാൻ എന്നിട്ട് ആ രാത്രി ഉറക്കം വരാതെ ഇരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇയാൾ എന്നെ തേടി വരും, ഇനി ഇയാൾ എന്നെ ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല.